വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. കുഞ്ഞുണ്ണി മാഷ്. റീഡിംഗ് മേക്സ് എ ഫുൾ മാൻ. ഫ്രാൻസിസ് ബേക്കൺ. വായനയെക്കുറിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഈ ഉദ്ധരണികളാണ്, ഈ കോട്സുകളാണ് നമ്മയൊക്കെ വായിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നത്. അങ്ങനെ സെൽഫ് മോട്ടിവേറ്റഡായി ഒരു ബുക്ക് വായിക്കുന്നതിനിടയിൽ കണ്ട 1-2 ഫ്രേസസുകൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോവുകയാണ്. യൂസേജുകൾ ഇവയാണ്: ദാറ്റ്സ് വേർ, ദാറ്റ്സ് വെൻ, ദാറ്റ്സ് വാട്ട് ആൻഡ് ദാറ്റ്സ് ഹൗ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള യൂസേജുകളാണ്. ഓരോന്നോരോന്ന് ഉദാഹരണ സഹിതം നമുക്ക് ചർച്ച ചെയ്യാം. ഒന്നാമത്തത് ദാറ്റ്സ് വാട്ട്. നമ്മുടെയൊക്കെ സംസാരത്തിൻ്റെ ഇടയിൽ നാം പറയാറുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്, അതാണ് ഞാൻ പറഞ്ഞത് എന്നുള്ളതിനെ നമുക്ക് ദാറ്റ്സ് വാട്ട് ഐ ടോൾഡ്, അതാണ് നാം ഡിസ്കസ് ചെയ്തത്. ദാറ്റ്സ് വാട്ട് വി ഡിസ്കസ് ബിഫോർ. കുറച്ച് മുമ്പ് അതാണ് നാം ഡിസ്കസ് ചെയ്തത്, അല്ലേ? അതിനൊക്കെ പകരം ചില ആളുകൾ ഇങ്ങനെ യൂസ് ചെയ്യാറുണ്ട്, വി ഡിസ്കസ്ഡ് ദാറ്റ്. നാം അത് ഡിസ്കസ് ചെയ്തു എന്നേ ഇതിനർത്ഥം കിട്ടുന്നുള്ളൂ. അതേസമയം അതാണ് നാം ഡിസ്കസ് ചെയ്തത് അല്ലെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത് എന്ന് എംഫസൈസ് ചെയ്തുകൊണ്ട് പറയേണ്ട ഒരു സാധനം ഈ രൂപത്തിലാണ് പറയേണ്ടത്. ദാറ്റ്സ് വാട്ട് വി ഡിസ്കസ്ഡ് ബിഫോർ. ദാറ്റ്സ് വാട്ട് ഐ ടോൾഡ് യു. അതാണ് ഞാൻ നിന്നോട് പറഞ്ഞത്, അതാണ് നാം ഡിസ്കസ് ചെയ്തത്. രണ്ടാമത്തെ യൂസേജ് ദാറ്റ്സ് വേർ എന്നുള്ളതാണ്. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ, അവിടെയാണ് ഞാൻ പോയത്. ദാറ്റ്സ് വേർ ഐ വെൻറ്റ്. അവിടെയാണ് അവർ മീറ്റ് ചെയ്തത്. ദാറ്റ്സ് വേർ ദേ മെറ്റ് ബിഫോർ. അവിടെയാണ് അവർ മീറ്റ് ചെയ്തത്. അതിനു പകരമായിട്ട് ഐ വെൻറ്റ് ദേർ. ഞാൻ അവിടെ പോയി. ദേ മെറ്റ് ദേർ. അവർ അവിടെ മീറ്റ് ചെയ്തു. അങ്ങനെയൊക്കെ പറയുന്നതിന് പകരം എംഫസൈസ് ചെയ്തുകൊണ്ട്, കുറച്ചുകൂടി ഫോക്കസ് ചെയ്തുകൊണ്ട്, കുറച്ചുകൂടി എംഫസൈസ് ചെയ്തുകൊണ്ട് പറയാൻ വേണ്ടി ദാറ്റ്സ് വേർ എന്നാണ് ഉപയോഗിക്കുന്നത്. അതിനുള്ള ഉദാഹരണമാണ് നാം ഇപ്പോൾ പറഞ്ഞത്. അടുത്ത യൂസേജ് ദാറ്റ്സ് ഹൗ എന്നുള്ളതാണ്. അതിൻ്റെ മീനിങ് വരുന്നത്, അങ്ങനെയാണ് നീ ഈ കാര്യം ചെയ്യേണ്ടത്, അങ്ങനെയാണ് നിൻ്റെ വൊക്കാബുലറി സ്കിൽസ് ബൂസ്റ്റ് ചെയ്യേണ്ടത്, അങ്ങനെയാണ് നിൻ്റെ ഇംഗ്ലീഷ് സ്കിൽസ് എൻഹാൻസ് ചെയ്യേണ്ടത്. ദാറ്റ്സ് ഹൗ യു ഷുഡ് എൻഹാൻസ് യുവർ ഇംഗ്ലീഷ് സ്കിൽസ്. ദാറ്റ്സ് ഹൗ യു ഷുഡ് ബൂസ്റ്റ് യുവർ സ്പീക്കിംഗ് സ്കിൽസ്. ആൻഡ് ഫൈനലി ദാറ്റ്സ് വൈ എന്നുള്ള യൂസേജ് ആണുള്ളത്. ഉദാഹരണം പറയാം. ഐ വാസ് സിക്ക് യെസ്റ്റർഡേ. ദാറ്റ്സ് വൈ ഐ കുഡ് നോട്ട് അറ്റൻഡ് യുവർ മാരേജ് ഫംഗ്ഷൻ. ഞാൻ ഇന്നലെ രോഗിയായിരുന്നു, അസുഖമായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഇന്നലെ മാരേജ് ഫംഗ്ഷനിൽ വരാൻ കഴിഞ്ഞില്ല. അപ്പോൾ ദാറ്റ്സ് വൈ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട്. അപ്പോൾ ഇവിടെ എംഫസൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ പാസ്റ്റ് ഈസ് എ വേസ്റ്റ് പേപ്പർ, പ്രസൻറ്റ് ഈസ് എ ന്യൂസ് പേപ്പർ, ഫ്യൂച്ചർ ഈസ് എ ക്വസ്റ്റ്യൻ പേപ്പർ. Read and write well, otherwise our life will be a tissue paper. Bye.